ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ മാർക്കറ്റ് അനലൈസ് വീഡിയോ. ഇന്ന് ജൂലൈ 2-ാം തീയതിയാണ്. അപ്പം ഇന്നത്തെ നിഫ്റ്റിയുടെ ഒരു സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്നത് 24,009 അതുപോലെ തന്നെ റെസിസ്റ്റൻസ് ഏരിയ എന്ന് പറയുന്നത് 24,173 നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു നിഫ്റ്റി ഒരു അപ് ട്രെൻഡ് ആണെന്ന്. അതുപോലെ തന്നെ നിഫ്റ്റി ഇന്നൊരു ഗ്യാപ്പ് അപ്പായിട്ടാണ് ഓപ്പൺ ചെയ്തത്. അതിനുശേഷം ഫസ്റ്റിലത്തെ ഒരു 5 മിനിറ്റ് അതിലൊരു റിജക്ഷൻ കാണുന്നത് കണ്ടുകൊണ്ട് നമ്മൾ ആ ഒരു റേഞ്ചിൽ നമ്മളൊരു കോൾ ഓപ്ഷൻ ബൈ ചെയ്തിരുന്നു. 24,200 ആയിരുന്നു ഒരു കോൾ ഓപ്ഷൻ, 24,400 ആയിരുന്നു ഒരു കോൾ ഓപ്ഷൻ ആണ് തോന്നുന്നു, കറക്റ്റ് അറിയാം, നോക്കിയിട്ട് പറയാം. അപ്പം അവിടെ നിന്നും വീണ്ടും മാർക്കറ്റ് താഴേക്ക് വന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു സപ്പോർട്ട് ലൈൻ വരച്ചിരുന്നു, ഒരു ട്രെൻഡ് ലൈൻ. അപ്പോൾ ആ ഒരു റേഞ്ചിൽ ഒരു ചെറിയ റിജക്ഷൻ കണ്ടപ്പോൾ അവിടെ നമ്മളൊരു കോൾ ഓപ്ഷൻ ആ ഒരു സെയിം സ്ട്രൈക്കിൽ തന്നെ ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്തിരുന്നു. ബട്ട് മാർക്കറ്റ് അവിടെ നിന്നും വീണ്ടും താഴേക്കാണ് വന്നത്. താഴേക്ക് വന്ന ആ ഒരു ബ്ലൂ ലൈനിലെത്തിയപ്പോൾ നമ്മൾ വീണ്ടും ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്തു, സെയിം സ്ട്രൈക്കിൽ തന്നെ. കാരണം ആ ഒരു ബ്ലൂ ലൈനിൽ നിന്ന് ഒരു പുൾ ബാക്ക് നമുക്ക് പ്രതീക്ഷിച്ചായിരുന്നു നമ്മളൊരു കോൾ ഓപ്ഷൻ ബൈ ചെയ്തത്. നമുക്കതിൽ നിന്നും പ്രോഫിറ്റ് വന്നായിരുന്നു. ആ ഒരു റെഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയപ്പം അത്യാവശ്യം ഒരു 5-6 പോയിൻറ്റ് നമുക്ക് പ്രോഫിറ്റിലായി നിന്നത്. ബട്ട് നമ്മളവിടെ ആ ഒരു ട്രേഡ് ഹോൾഡ് ചെയ്തിരുന്നു. കാരണം ആ ഒരു റേഞ്ചിൽ നമ്മൾ ആ ഒരു റെഡ് ലൈനിൻ്റെ അവിടെ നിന്നൊരു ബ്രേക്ക് ഔട്ട് കിട്ടിയിരുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോ പറഞ്ഞായിരുന്നു നിഫ്റ്റി ബുള്ളിഷാണ്. അപ്പം ആ ഒരു വ്യൂ നമ്മുടെ ഇതിനകത്തുണ്ടായിരുന്നു. അപ്പം ആ ഒരു റേഞ്ചിൽ റെഡ് ലൈനിൻ്റെ അവിടെ കറക്റ്റായിട്ടൊരു ബ്രേക്ക് ഔട്ട് കിട്ടിയപ്പം അവിടെ നമ്മൾ ആ ഒരു ട്രേഡ് നമ്മൾ ഹോൾഡ് ചെയ്ത് വെച്ചിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി മാർക്കറ്റ് അവിടെ നിന്നും റിവേഴ്സലാവുകയാണ് ചെയ്തത്. നമ്മൾ ടാർഗറ്റായിട്ട് ഉദ്ദേശിച്ചത് ഇന്നത്തെ ഒരു ഡേ ഹൈ ആയിരുന്നു. ആ ഒരു റെഡ് ലൈൻ ബ്രേക്ക് ഔട്ടിൻ്റെ അവിടെ നിന്ന് ഇന്നത്തെ ഒരു ഡേ ഹൈ ആയിരുന്നു നമ്മൾ ടാർഗറ്റായിട്ട് ഉദ്ദേശിച്ചത്. ബട്ട് മാർക്കറ്റ് അവിടെ നിന്നും റിവേഴ്സലാവുകയാണ് ചെയ്തത്. റിവേഴ്സലായി തിരികെ താഴേക്ക് വന്നു. ആ ഒരു ബ്ലൂ ലൈനിൻ്റെ താഴെ പോയിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ഒരു റെഡ് ലൈൻ ഉണ്ടായിരുന്നു, ട്രെൻഡ് ലൈൻ, ഡൗൺ ട്രെൻഡിൻ്റെ ആ ഒരു റേഞ്ചിലൊരു റീടെസ്റ്റ് പോലെ വന്നു. മാർക്കറ്റ് അവിടെ നിന്നും മുകളിലേക്കാണ് പോയത്. സ്റ്റിൽ നിഫ്റ്റി നമ്മളൊരു വ്യൂ അനുസരിച്ച് ബുള്ളിഷാണ്. കാരണം ആ ഒരു റെസിസ്റ്റൻസ് ഏരിയ ബ്രേക്ക് ചെയ്താണ് നിഫ്റ്റി ഇപ്പോഴും നിൽക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ഇന്നെടുത്തൊരു കോൾ ഓപ്ഷൻ ഹോൾഡ് ചെയ്തിട്ടുള്ളത്. എന്തായാലും എൻ്റെ ഒരു റിസ്കിന് അനുസരിച്ചാണ് നമ്മൾ ആ ഒരു കോൾ ഓപ്ഷൻ ഹോൾഡ് ചെയ്തിട്ടുള്ളത്. കാരണം ആ ഒരു പ്രീമിയം ഫുള്ള് 0 ആയാൽ പോലും എനിക്ക് നഷ്ടം വരത്തില്ല. കാരണം എൻ്റെ ഈ ഒരു വീക്കിലത്തെ പ്രോഫിറ്റ് റിസ്ക് ചെയ്തുകൊണ്ടാണ് ഇന്ന് ഞാൻ ഒരു ട്രേഡ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് വലിയ ലോസ് എനിക്ക് അതിൽ നിന്നും വരത്തില്ല. ആ ഒരു റിസ്ക് അനുസരിച്ചാണ് ട്രേഡ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നിഫ്റ്റി ഇന്ന് ഇപ്പോൾ ക്ലോസ് ചെയ്തിരിക്കുന്ന ഒരു ക്രൂഷ്യൽ ഏരിയയിലാണ്. കാരണം പഴയ ഒരു ബ്ലൂ ലൈനിൻ്റെ താഴെയാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിട്ടുള്ളത്. കാരണം ആ ഒരു റേഞ്ച് എന്ന് പറയുന്നത് ഒരു റെസിസ്റ്റൻസ് ഏരിയയാണ്. അത് ബ്രേക്ക് ചെയ്യുമ്പോൾ ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. ബട്ട് അതിൻ്റെ താഴെയാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിട്ടുള്ളത്. നാളെ മിക്കവാറും ചിലപ്പോൾ ഒരു ഡൗൺ സൈഡ് പ്രതീക്ഷിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ ഒരു റെഡ് ലൈനിൻ്റെ താഴേക്ക് മാർക്കറ്റ് വന്നാൽ മാത്രമേ നമ്മൾ റെഡ് ലൈൻ എന്ന് പറയുമ്പോൾ ട്രെൻഡ് ലൈൻ, നമ്മൾ ഇന്നത്തെ റെഡ് ലൈൻ അല്ല, ആ ഒരു ട്രെൻഡ് ലൈനിൻ്റെ താഴെ വന്നാൽ മാത്രമേ നമ്മൾ ഇന്നത്തെ ഒരു ഇത് നമ്മൾ എക്സിറ്റ് ചെയ്യുകയുള്ളൂ. അതുപോലെ തന്നെ ഇന്ന് ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ വരയ്ക്കുമ്പോൾ ആ ഒരു ലൈൻ റെസിസ്റ്റൻസ് ഏരിയ ബ്രേക്ക് ചെയ്തുമാണ് നിഫ്റ്റി നിൽക്കുന്നത്. ചെറിയൊരു ഹോപ്പുണ്ട് നാളെ ഒരു അപ്പ് സൈഡിന് വേണ്ടിയിട്ട്. നമുക്ക് മാർക്കറ്റിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, മാർക്കറ്റ് നാളെ എങ്ങനെ ആകും ഓപ്പൺ ചെയ്യുക എന്ന്. ചെറിയൊരു പ്രതീക്ഷയിലാണ് നമ്മൾ ആ ഒരു പൊസിഷൻ നമ്മളിന്ന് ഹോൾഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മളെടുത്തിരിക്കുന്ന ആ സ്ട്രൈക്കിനും വലുതായിട്ടൊന്നും പ്രീമിയം ഡീക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല. ഏകദേശം ഒരു 13 പോയിൻറ്റ് മാത്രമേ നമുക്ക് ഇന്ന് ലോസിൽ നിൽക്കുന്നുള്ളൂ. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ട്രേഡ് ഇന്ന് ഹോൾഡ് ചെയ്യുന്നത് എക്സ്പയറി വരെ. അപ്പോൾ ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ കേസ് നോക്കാം. അപ്പം ബാങ്ക് നിഫ്റ്റിയിലെ ഇന്നത്തെ ഒരു സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്നത് 52,344. അതുപോലെ തന്നെ റെസിസ്റ്റൻസ് ഏരിയ എന്ന് പറയുന്നത് 52,875. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ ബാങ്ക് നിഫ്റ്റി ഒരു ഡൗൺ ട്രെൻഡാണെന്ന് പറഞ്ഞിരുന്നു. അപ്പം ആ ഒരു റെഡ് ലൈൻ കൊടുത്തിട്ടുണ്ട്, ട്രെൻഡ് ലൈൻ. അപ്പോൾ റെസിസ്റ്റൻസ് ഏരിയ അവിടെയാണ് ബാങ്ക് നിഫ്റ്റി ഓപ്പൺ ചെയ്തത്. ആ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ഒരു പുട്ട് ഓപ്ഷൻ ഇന്ന് എടുക്കാമായിരുന്നു. പുട്ട് ഓപ്ഷൻ എടുത്തു കഴിഞ്ഞെങ്കിൽ ഒന്നേ നമ്മളൊരു ഗ്രീൻ ലൈൻ അല്ലെങ്കിൽ ആ തൊട്ട് താഴത്തെ ട്രെൻഡ് ലൈൻ കറക്റ്റായിട്ട് ആ ട്രെൻഡ് ലൈനിൽ വന്ന് മാർക്കറ്റ് റിവേഴ്സിലാവുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ നമ്മുടെ ആ സപ്പോർട്ട് ഏരിയ ബ്രേക്ക് ചെയ്ത് താഴേക്ക് വന്നു, കറക്റ്റായിട്ട് ഒരു റീടെസ്റ്റിംഗ് തന്നു. അപ്പോൾ അവിടെ നിന്ന് നമുക്കൊരു 2 ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു ബാങ്ക് നിഫ്റ്റിയിൽ. അപ്പോൾ ഈ 2 ഓപ്പർച്യൂണിറ്റിയും നല്ല രീതിയിൽ ഉപയോഗിച്ചവർക്ക് നല്ലൊരു പ്രോഫിറ്റ് ഇന്ന് ബാങ്ക് നിഫ്റ്റിയിൽ നിന്നും ജനറേറ്റ് ചെയ്യാൻ പറ്റിയേനെ. ബാങ്ക് നിഫ്റ്റി സ്റ്റിൽ ബിയറിഷ് ഡൗൺ സൈഡ് ഡൗൺ ട്രെൻഡാണ് ഇപ്പോഴും ബാങ്ക് നിഫ്റ്റിയിലുള്ളത്. അപ്പ് ട്രെൻഡിന് ഒരു പോസിബിൾ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ചരിച്ചു വരച്ചിരിക്കുന്ന ആ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് റീടെസ്റ്റ് നടത്തിയാൽ മാത്രമേ ബാങ്ക് നിഫ്റ്റിയിലെ ഒരു അപ്പ് ട്രെൻഡ് നമുക്ക് കാണുന്നുള്ളൂ. അല്ലാത്ത പക്ഷം ബാങ്ക് നിഫ്റ്റി ഇപ്പോഴും ഒരു ഡൗൺ ട്രെൻഡിലാണ്. അല്ലെങ്കിൽ നമ്മളാ ഒരു ബ്ലൂ ലൈൻ വന്ന്
ടച്ച് ചെയ്ത് മുകളിലേക്ക് പോകണം. ബ്ലൂ ലൈൻ എന്ന് പറയുന്നത് ഒരു റെസിസ്റ്റൻസ് ഏരിയയാണ്. അത് ബ്രേക്ക് ചെയ്താണ് ഇപ്പം ബാങ്ക് നിഫ്റ്റി നിൽക്കുന്നത്. തിരികെ ഒരു റീടെസ്റ്റ് വന്നിട്ട് മുകളിലേക്ക് വേണമെങ്കിൽ പോകാം. അപ്പം നാളത്തെ മാർക്കറ്റ് ഓപ്പണിംഗ് അനുസരിച്ചാണ് നാളത്തെ ഒരു വ്യൂ. നമ്മളൊരു ഇത്രയും ദിവസത്തെ ഒരു ട്രെൻഡ് വെച്ചാണ് നമ്മൾ ഡൗൺ ട്രെൻഡ് എന്ന് ബാങ്ക് നിഫ്റ്റി പറഞ്ഞത്. ഡൗൺ ട്രെൻഡ് എന്ന് പറയുമ്പോൾ ഷോർട്ട് ടൈമിലേക്കാണ് ഡൗൺ ട്രെൻഡ് എന്ന് പറഞ്ഞത്. അല്ലാത്ത പക്ഷം ബാങ്ക് നിഫ്റ്റി ബുള്ളിഷ് വ്യൂ തന്നെയാണ് നിൽക്കുന്നത്. അപ്പം ഇതേപോലെ നമ്മുടെ ഒരു റെഡ് ലൈനും ഗ്രീൻ ലൈനും നിങ്ങൾക്ക് ലഭിക്കുവാൻ നമ്മുടെ ഈ ചാനൽ ഫോളോ ചെയ്താൽ മതി. എല്ലാ ദിവസവും നമ്മുടെ ഈ ചാനലിൽ ഷോർട്ട് വീഡിയോ ആയിട്ട് റെഡ് ലൈനും ഗ്രീൻ ലൈനും കൊടുത്തിട്ടുണ്ട്. പിന്നെ നിഫ്റ്റിയുടെ കേസിലും അതേപോലെയാണ്. നിഫ്റ്റിയും ഒരു ക്രൂഷ്യൽ ഏരിയയിലാണ് നിൽക്കുന്നത്. അപ്പം നാളത്തെ ഒരു ഓപ്പണിംഗ് അനുസരിച്ച് നമുക്ക് നിഫ്റ്റിയുടെ ഒരു മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കാൻ പറ്റൂ. അല്ലെങ്കിൽ നിഫ്റ്റി തിരികെ താഴേക്ക് ഡൗൺ സൈഡ് വന്ന് നമ്മളാ ഒരു ബ്ലൂ ലൈൻ താഴത്തെ ഒരു രണ്ടാമത്തെ ഒരു ബ്ലൂ ലൈനിൽ വന്നൊരു സപ്പോർട്ട് എടുത്താൽ മാത്രമേ നിഫ്റ്റിക്ക് ഇനിയൊരു മൂവ്മെൻറ്റ് സാധ്യമാവുകയുള്ളൂ. എങ്കിലും നമ്മളൊരു പൊസിഷൻ നമ്മൾ ഹോൾഡ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ ഒരു എക്സ്പയറി വരെ ആ ഒരു പൊസിഷൻ നമ്മൾ ഹോൾഡ് ചെയ്യാനാണ് പ്ലാൻ. നാളെ നല്ലൊരു പ്രോഫിറ്റ് കിട്ടുവാണെങ്കിൽ നമ്മൾ അതിൽ നിന്ന് എക്സിറ്റ് ആവും. അതുപോലെ നാളെ നമ്മൾ വ്യൂവിന് അഗെയിൻസ്റ്റ് പോകും. അവിടെ നിന്ന് നമ്മൾ എക്സിറ്റ് ചെയ്യുന്നതാണ്. അപ്പം നാളെ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവരും നമ്മുടെ ഈ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല നല്ല ട്രേഡുമായിട്ട് നമുക്ക് നാളെ കാണാം. അപ്പം ഓക്കെ, ബൈ.